കുട്ടികളുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ചില വാർത്തകൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തുകൊണ്ടാണ് സ്കൂൾ കുട്ടികൾ ക്രിമിനലുകളായി മാറുന്നത്? വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണിത്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് നിയമമില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നിയമം എൻഫോഴ്സ് ചെയ്യാഞ്ഞിട്ടാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ കുട്ടികളുടെ ഇടയിലെ കുറ്റവാസന വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ നാട്ടിലെ ചില നിയമങ്ങൾ തന്നെയാണ്. ഏതാണ്ട് 2012 ഉണ്ടായ ഒരു വലിയ പ്രമാദമായ കേസാണല്ലോ നിർഭയ കൊലക്കേസ്. അതിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിൽ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുകയും അവളെ വളരെയധികം ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. അവളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവൾ മരിച്ചുപോയി. അതേ തുടർന്ന് വലിയ കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. എന്നാൽ ആ കുറ്റത്തിൻ്റെ വിചാരണയും അതിനുശേഷം പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതി, അവന് 18 വയസ്സായില്ല എന്ന ഒരൊറ്റ കാരണത്താൽ, അതായത് കുറ്റം നടക്കുമ്പോൾ 18 വയസ്സായില്ല, ആ ഒരൊറ്റ കാരണം കൊണ്ട് അവന് 3 വർഷത്തെ തടവ് മാത്രമേ ലഭിച്ചുള്ളൂ. അതിനുശേഷം അയാൾ സ്വതന്ത്രനായി സമൂഹത്തിൽ ഇന്ന് ജീവിക്കുകയാണ്. ഈ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അതുകൊണ്ടാണ് പിന്നെ 18 എന്നുള്ളത് 16 കുറയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് ഉയർന്നു വന്ന ഒരു വലിയ വാദമാണ്, അത് ചെയ്യാൻ അവന് സാധിക്കുമെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുവാനും അവൻ തയ്യാറായിരിക്കണം എന്നൊരു വാദമുണ്ടായി. കുട്ടികളാണ്, അവരോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനെതിരെയും വാദങ്ങളുണ്ടായി എന്ന് നമുക്കറിയാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി കുട്ടിയാണ് എന്നതുകൊണ്ട് അയാൾ പരിശുദ്ധനല്ല. അയ്യോ ചെറിയ കുട്ടിയാണ്, നിഷ്കളങ്കനാണ് എന്നൊക്കെ നമ്മൾ പറയും. ഈ നിഷ്കളങ്കനായ കുട്ടിയെ ആരും ഒരു തെറ്റും ചെയ്യാൻ പഠിപ്പിക്കണ്ട. ജന്മന അവൻ അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു കുട്ടിയും നിഷ്കളങ്കനായിട്ടൊന്നുമല്ല ജനിക്കുന്നത്, തെറ്റ് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും കൂടിയാണ് ജനിക്കുന്നത്. നമ്മളവരെ കള്ളം പറയാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവരത് അക്വയർ ചെയ്യും, അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി ഒരു കാര്യം. രണ്ടാമത്, ഈ ഞാൻ പറഞ്ഞ പോലെ നിയമത്തിലുള്ള പഴുതുകളെക്കുറിച്ച് ഇന്ന് ആളുകൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ചില ആളുകൾ, ചില കുട്ടികൾ നേരത്തെ തന്നെ അവർ പറയുകയാണ്, ഞാൻ അവനെ വകവരുത്തും, നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്താൽ മതി, ഇതൊരു മോബ് കില്ലിങ് ആവും, ഇപ്പോൾ ആർക്കും വലിയ ശിക്ഷ കിട്ടുകയില്ല. രണ്ടാമത്തെ കാര്യം, പ്രായം കുറവായതുകൊണ്ട് മറ്റ് തടവ് പുള്ളികളോട് അല്ലെങ്കിൽ മറ്റ് പ്രായപൂർത്തിയായ കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ കോടതിയും നിയമവ്യവസ്ഥയും നമ്മോട് പെരുമാറുകയില്ല. ലൂപ്പ് ഹോൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിയമം അവർക്കറിഞ്ഞുകൂടെങ്കിലും നിയമത്തിൻ്റെ പഴുതുകൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം, നമുക്ക് പൊതുവെ നിയമം അനുസരിക്കുന്നതിനോട് താല്പര്യമില്ല. ഇത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം, സിംഗപ്പൂർ വളരെ നല്ല നിലയിൽ ഉള്ള ഒരു രാജ്യമാണ്, വികസിത രാജ്യമാണ്, വളരെ ക്ലീനായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ഇത്രയും അഭിവൃദ്ധിപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ നമ്മുടെ കേരളം പോലൊരു സ്ഥലമാണ്, ഇവിടുത്തെ പോലത്തെ സെയിം കാലാവസ്ഥയാണ്. 100 വർഷം മുമ്പുള്ള ഫോട്ടോ എടുത്ത് നോക്കിയാൽ കേരളം പോലെ തന്നെ ആയിരിക്കും. എന്നാൽ ഇന്ന് അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. അതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവർ അവിടെയുള്ള ആളുകളെ കൊണ്ട് നിയമം അനുസരിപ്പിച്ചു. അവരുടെ നിയമവ്യവസ്ഥ ആളുകൾ നിയമം അനുസരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ട്, അതുകൊണ്ട് ആളുകൾ അത് അനുസരിച്ചു. അപ്പോൾ നിയമം അനുസരിക്കുക എന്നത് ഒരു മോശം കാര്യമല്ല. നിയമം അനുസരിക്കുന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം എന്ന ഒരു സംസ്കാരമായ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സ്വഭാവം അത് നമുക്കില്ല. അപ്പോൾ അത് മുതിർന്ന ആളുകൾ നിയമം തെറ്റിക്കുന്നു, അവന് ഒന്നും സംഭവിക്കുന്നില്ല. ഇത് കണ്ടാണ് ചെറിയ കുട്ടികൾ വളരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നാം അടുത്ത തലമുറയെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് അതിൽ നിന്ന് മുതിർന്നവർ രക്ഷപ്പെടുന്നത് അവർ കാണുന്നു, ആ കാര്യം തന്നെ അവർ തുടരുന്നു. അപ്പോൾ അത് അവസാനം ഇങ്ങനെയുള്ള വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ എത്തിച്ചേരും.
ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഒരു ഭവിഷ്യത്തുമില്ല. ഞാൻ കുട്ടിയായതുകൊണ്ട് എനിക്ക് വളരെ പ്രിവിലേജസ് ഉണ്ട് എന്ന അറിവ്. മറ്റൊന്ന്, ഈ തെറ്റുകൾ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആണ് ഞാനിത് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം സ്വാർത്ഥതയിൽ നിന്നാണ്. ഇപ്പം എനിക്കൊരാളോട് ദേഷ്യം തോന്നിയാൽ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക. യാതൊരു നിയന്ത്രണവുമില്ല, യാതൊരു കൺട്രോളുമില്ല. അപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ വളരുന്ന ഒരു തലമുറ, അത് ഇതിൻ്റെ വലിയൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറാണ്. ഇപ്പോൾ നമുക്കറിയാം, 40-50 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ശിക്ഷിക്കുവാനുള്ള അധികാരം അധ്യാപകർക്കുണ്ടായിരുന്നു. ഇന്നതില്ല. വേറൊരു രസകരമായ കാര്യം, ഒരു കുട്ടി ഒരു അധ്യാപകനെ അടിച്ചാൽ ഒരു കേസുമില്ല. കാരണം കുട്ടിയല്ലേ, 18 വയസ്സ് താഴെയല്ലേ. എന്നാൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ അടിച്ചാലോ അയാളുടെ ജോലി പോവും, അയാൾ ജയിലിൽ കിടക്കും, ജാമ്യമില്ലാത്ത വകുപ്പാണ്. കാര്യങ്ങൾ പോയ പോക്കുണ്ടോ? അപ്പോൾ ഇതിനൊക്കെ ഉള്ള വിലയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുവാനുള്ള അധികാരം അവരുടെ അധ്യാപകരിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും എടുത്തു കളഞ്ഞപ്പോൾ അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിയമം അനുസരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആരെയും ഭയപ്പെടുകയും വേണ്ട, ഒരു നിയന്ത്രണങ്ങളും നമുക്ക് ബാധകമല്ല എന്ന ഒരു മനസ്ഥിതിയിൽ നിന്നും ഉണ്ടായതാണ് ഈ അരാജകത്വം. എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന മനോഭാവം. അപ്പം അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് നിയന്ത്രണങ്ങൾ വേണം. ഈ നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ്. എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പോൾ സാധാരണ ആരും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പോയി അവിടെ വേലിയുണ്ട് അല്ലെങ്കിൽ കാവലുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് ആരും പറയാറില്ലല്ലോ. ആ വേലി ഉള്ളത് കൊണ്ടും അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുള്ളതും കൊണ്ടാണ് നമുക്കിവിടെ സമാധാനമായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പം നിയന്ത്രണങ്ങളില്ലാത്തതല്ല സ്വാതന്ത്ര്യം. നിയന്ത്രണങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ നമ്മെ സഹായിക്കും. അപ്പോൾ ഈ നിയന്ത്രണമില്ലാതെ പോയ ഒരു തലമുറയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകുവാൻ കാരണമായ, അവർ അങ്ങനെ ആകാൻ ഇടയായത്. അതിൽ നമ്മളത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ സ്ഥിതി ഇനിയും വഷളാവുകയുള്ളൂ. ഒരു സമൂഹത്തിൽ നിന്നും കുട്ടികളെ ശിക്ഷിക്കുന്ന ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്കൂളിൽ ശിക്ഷ മാറ്റി, അധ്യാപകർക്ക് പോലും ശിക്ഷിക്കാൻ പരിമിതികളുണ്ട്. അപ്പം ശിക്ഷ എടുത്ത് മാറ്റിയത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? സ്കൂളിൽ നിന്ന് ശിക്ഷ എടുത്ത് മാറ്റുകയാണെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും ശിക്ഷ എടുത്ത് മാറ്റണം. കാരണം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദികളല്ല, നിങ്ങൾ എന്ത് ചെയ്താലും അതിന് യാതൊരു ഭവിഷ്യത്തുമില്ല എന്ന കാര്യമാണ് ശിക്ഷ എടുത്ത് മാറ്റുന്നതിലൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ സമൂഹത്തിൽ അങ്ങനെയല്ലല്ലോ. സമൂഹത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ, നിയമം ലംഘിച്ചാൽ അതിന് ഭവിഷ്യത്തുണ്ട്. അപ്പോൾ ആ കാര്യം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നതാണ് നല്ലത്. പ്രായമായി കഴിയുമ്പോൾ അത് പഠിപ്പിക്കുന്നത് പോലീസുകാരായിരിക്കും. ചെറുപ്പത്തിൽ ഈ കാര്യം കുട്ടികളെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ പഠിപ്പിക്കാൻ സാധിക്കും. അന്നവർ ഒരു ഈർക്കിലിയോ ചെറിയ വടിയോയാണ് ഉപയോഗിക്കുക. പക്ഷേ മുതിർന്നവരെ അടിക്കാൻ ലാത്തിയും ജയിലും തൂക്കുകയറുമാണ്. അതിലൊക്കെ എത്രയോ നല്ലതാണ് ഒരു ചെറിയ വടി.